ബസ് കാത്തിരിപ്പ് കേന്ദ്രം അടിച്ചുവാരി വൈറലായ ഒരു വിദ്യാർത്ഥി. കൊടിയത്തൂർ GUP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് സയാനാണ് സ്കൂളിൽ പോകാൻ ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ മാലിന്യം കണ്ട് ശുചീകരിച്ചത്. സയാൻ ബസ് സ്റ്റോപ്പ് വൃത്തിയാക്കുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ്. നമുക്ക് പരിചയപ്പെടാം മുഹമ്മദ് സയാനെ. കാരശ്ശേരി സ്വദേശിയായ മുഹമ്മദ് സയാൻ കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് പോകാനായി ഇറങ്ങിയതാണ്. ബസ് കാത്തിരിക്കുന്നതിനിടയിലാണ് ബസ് സ്റ്റോപ്പ് ഒന്ന് വൃത്തിയാക്കിയേക്കാമെന്ന് കരുതിയത്. പിന്നെ ഒന്നും നോക്കാതെ ചൂലെടുത്ത് അങ്ങ് വൃത്തിയാക്കാൻ തുടങ്ങി. ഇത് തൊട്ടടുത്ത ഹോട്ടൽ ഉടമയായ ബാവ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റും ചെയ്തു. ഇതോടെ വീഡിയോ അങ്ങ് വൈറലായി. സ്കൂളിൽ പോകാൻ നിൽക്കുമ്പോൾ ബസ് ഒന്നുമില്ലേ. അപ്പം കുറച്ച് നേരം വൈകി വരാച്ചോണ്ട് അപ്പോൾ ഇത് ഇവിടെ വെക്കണാണ്ടി അപ്പം ഓടിയല്ലേ വരാച്ചി തൂത്തേനി. അപ്പം മുന്നത്തെ വീഡിയോ അല്ല കാക്ക ഫോട്ടോ എടുക്കുക. അപ്പം ഇങ്ങനെ ആവും എനിക്ക് മനസ്സിലാവില്ല. വീഡിയോ വൈറലായതോടെ സയാൻ ഇപ്പോൾ നാട്ടുകാരുടെയും സ്കൂളിന്റെയും വക അഭിനന്ദന പ്രവാഹമാണ്. പൊതുയിടങ്ങളിൽ മാലിന്യം കണ്ടാൽ പലരും വൃത്തിയാക്കാൻ മടിക്കുന്ന ഇക്കാലത്ത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇത്തരമൊരു കാര്യം ചെയ്യുന്നത് കണ്ടപ്പോൾ കൗതുകമാണ് തോന്നിയതെന്ന് ഹോട്ടലുടമ ബാവ പറയുന്നു. ഇത്തരം കുട്ടികൾ ചെയ്യുമ്പോൾ ഇപ്പം ബസ് സ്റ്റോപ്പിൽ പറഞ്ഞാൽ നല്ല ആൾക്കാർ ഇരിക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ. വലിയ മുതിർന്നവർ പോലും ചെയ്യാത്തൊരു കാര്യമാണ് ഇപ്പം ചെയ്തത്. അത് കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കണം തോന്നി. ചെറിയ കുട്ടികൾക്കൊരു മാതൃകയും ഒക്കെ ആണല്ലോ. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ കുട്ടികളൊക്കെ വളർന്നു വരാറുന്ന ഇത്തരം സംഭവങ്ങളൊക്കെ ചെയ്യാൻ തന്നെ ഒരു സമൂഹത്തിനൊരു പാടാണല്ലോ. അതുകൊണ്ടൊരു വീഡിയോ എടുത്തുള്ളൂ ജസ്റ്റ്. ഏതായാലും മറ്റു കുട്ടികൾക്ക് കൂടെ പ്രചോദനം പകരുന്നതാണ് സയാന്റെ പ്രവൃത്തി. ഇനിയും മാലിന്യം കണ്ടാൽ വൃത്തിയാക്കുമെന്നും സയാൻ പറയുന്നു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. സയാന വലിയൊരു കയ്യടി കൊടുക്കുകയാണ്. അഞ്ജന സുകുമാരൻ കൂടുതൽ വിശേഷം പറയാൻ നമുക്കൊപ്പം ചേർന്നുണ്ട്. അഞ്ജന, സയാൻ ചെയ്ത കാര്യങ്ങളൊക്കെ പലരും ചിന്തിക്കുക പോലും ഇല്ല അല്ലേ? ബസ് വരാൻ വൈകിയാൽ കുറച്ചുകൂടെ സമയം അവിടെ ഇരിക്കും, എന്താ ബസ് വരാത്തത് എന്നൊക്കെ ചിന്തിച്ചായിരിക്കും ഇരിക്കുക. പക്ഷെ സയാൻ അവിടെ ആ സ്ഥലം അവൻ സ്ഥിരമായി നിൽക്കുന്ന ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ്, മറ്റുള്ളവരുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇടമാണ്. അവിടെ മലിനമായി കിടക്കുന്നത് കണ്ടപ്പോൾ അവൻ വൃത്തിയാക്കാൻ ഒരു 5ാം ക്ലാസ്സുകാരൻ അങ്ങനെ ചിന്തിച്ചു എന്ന് പറയുമ്പോൾ വലിയൊരു കയ്യടി തന്നെ നൽകണം അവനല്ലേ? കൊടിയത്തൂർ GP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് സയാൻ. അവൻ കാരശ്ശേരി സ്വദേശിയാണ്. അപ്പോൾ സ്ഥിരമായിട്ട് കാരശ്ശേരി ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ് കയറി ഒറ്റയ്ക്കാണ് അവൻ സ്കൂളിലേക്ക് പോകാറുള്ളത്. അപ്പോൾ അതുപോലെ ഒരു ദിവസം കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ അവൻ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയതായിരുന്നു, കാരശ്ശേരി ബസ് സ്റ്റോപ്പിലേക്ക്. അവിടെ എത്തി, അവിടെ നോക്കിയപ്പോൾ ബസ് സ്റ്റോപ്പിൽ ആരും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അവൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ എല്ലാവരും ഇരിക്കുന്ന ഒരു സ്ഥലത്ത് കുറേ മാലിന്യങ്ങൾ ഇങ്ങനെ കിടക്കുന്നു. താഴെയൊക്കെ ഒരുപാട് മാലിന്യം ഇങ്ങനെ വലിച്ചെറിഞ്ഞ നിലയിൽ കിടക്കുകയാണ്. സൈഡിലൊരു ചൂലും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ തീരുമാനിച്ചു, എങ്കിൽ പിന്നെ ബസ് വരാൻ ഇനിയും സമയമുണ്ടല്ലോ, എങ്കിൽ പിന്നെ അതൊക്കെ വൃത്തിയാക്കി ഇട്ടേക്കാം, എന്നിട്ട് ബസ് കയറി പോയേക്കാന്ന് അവൻ വിചാരിച്ചു. അപ്പോൾ സമയം കളയാതെ അവൻ പെട്ടെന്ന് അതൊക്കെ വൃത്തിയാക്കി അതൊക്കെ അടിച്ചു വാരി അവിടെ നീറ്റാക്കി ഇടുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അപ്പുറത്ത് ഹോട്ടൽ നടത്തുന്ന ഒരു ജീവനക്കാരനുണ്ടായിരുന്നു, അയാളുടെ പേര് ബാവ എന്നാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇവൻ യൂണിഫോമിൽ, ഇത് ചെറിയ കുട്ടിയാണ്, 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവൻ വൃത്തിയാക്കുന്നത് കണ്ടപ്പോൾ അയാൾക്ക് ഭയങ്കര കൗതുകം തോന്നി. ഇവൻ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ അയാൾ സമയം കളയാതെ അത് പെട്ടെന്ന് ചിത്രീകരിക്കുകയായിരുന്നു. ഫോൺ എടുത്ത് അപ്പം തന്നെ അത് ഫോണിൽ ചിത്രീകരിച്ചു. ഉടൻ തന്നെ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യേണ്ടായത്. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടതിന് പിന്നാലെ അവൻ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തു, ഒരുപാട് ആൾക്കാർ ആ വീഡിയോ ഷെയർ ചെയ്തു. എന്തായാലും അവനൊരു റോൾ മോഡൽ ആണെന്നുള്ള നിലയിലായിരുന്നു എല്ലാവരും അതിൽ കമൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായും അഭിനന്ദനം തന്നെയാണ് മുഹമ്മദ് സയാന് ലഭിക്കുന്നതല്ലേ? ഈ ഒരു കൊച്ചുമിടുക്കന് എല്ലാവരും അഭിനന്ദിക്കേണ്ടത് തന്നെയാണല്ലേ? അവൻ ചെയ്ത കാര്യം എത്ര പേര് ചിന്തിക്കും? 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പോട്ടെ, മുതിർന്നവരാണെങ്കിലും ഒക്കെ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് ആ കുഞ്ഞ് ചെയ്തതല്ലേ? എന്തായാലും വലിയൊരു കൈയ്യടി ഒരിക്കൽ കൂടി നൽകുകയാണ് മുഹമ്മദ് സയാന്.